അനവധി ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ഒരു ശ്മശാനത്തിന് സമീപമുള്ള കാനോ താന്തിക് എന്ന താന്ത്രികന്റെ അടുത്ത് അവർ എത്തി. അവിടെ കണ്ട പൂജാ സാധനങ്ങളും വരച്ചുവെച്ച കളവും ജയദുർഗ ക്ഷേത്രത്തിലെ ക്രൈം സീനിന് സമാനമായിരുന്നു. കാനോ താന്തിക്കിന്റെ കോൾ ഡേറ്റ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ കൊലപാതകം നടന്ന രാത്രിയിൽ അയാൾ സുരേഷ് പസ്വാൻ എന്നയാളെ വിളിച്ചതായി കണ്ടു. സുരേഷ് പസ്വാന്റെ ഫോൺ റെക്കോർഡുകൾ വഴി മധ്യപ്രദേശിലുള്ള മാതാപ്രസാദിലേക്ക് അന്വേഷണം നീണ്ടു. ജബൽപൂരിൽ വെച്ച് മാതാപ്രസാദിനെ പിടികൂടിയപ്പോൾ അയാൾ ഞെട്ടിക്കുന്ന രഹസ്യം വെളിപ്പെടുത്തി. ഒരു നരബലി നടത്തണമെന്ന് പറഞ്ഞ് പ്രദീപ് പാഠക് എന്നയാൾ ഞങ്ങളെ സമീപിച്ചിരുന്നു. ആരായിരുന്നു പ്രദീപ് പാഠക്? പ്രദീപിന്റെ സഹോദരൻ മരിച്ചിട്ട് 1 വർഷത്തോളമായിരുന്നു. സഹോദരന്റെ ആത്മാവിന് ശാന്തി ലഭിച്ചിട്ടില്ലെന്നും അതിന് ഒരു സ്ത്രീയെ നരബലി നൽകണമെന്നും ഒരു ജ്യോത്സ്യനും കാനോ താന്തിക്കും പ്രദീപിനെ വിശ്വസിപ്പിച്ചു.